ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. നന്ദു എവിടേക്കെന്നില്ലാതെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുകയാണ്. ഓരോരുത്തരായി ഓഡിറ്റോറിയത്തിൽ എത്തുകയാണ്. അപ്പോൾ മുമ്പിൽ തന്നെ ഉള്ളത് ദേവയാനിയാണ്. അപ്പോൾ ദേവയാനിയോട് നമസ്കാരം എന്ന് പറഞ്ഞ് ഓരോരുത്തരും കയറുകയാണ്. അപ്പോൾ ദേവയാനി പറയാണ്, കയറ്. പിന്നെ ഒരു സ്ത്രീ വന്നു. അപ്പോൾ അവരോടത്ത് പറയാണ്, ഞങ്ങളുടെ വീട്ടിലേക്ക് ആദ്യമായിട്ടൊരു മരുമകൾ വരിക. അതെന്താ ദേവയാനി നീ അങ്ങനെ പറഞ്ഞത്? അപ്പോൾ അവിടെയുള്ള രണ്ടുപേരും നിങ്ങളുടെ മരുമക്കളല്ലേ? അപ്പോൾ ദേവയാനി പറയാണ്, അവരെയൊന്നും ഞാൻ മരുമക്കളായിട്ട് കണ്ടിട്ടേ ഇല്ല. എവിടെ നിന്നോ കയറി വന്ന രണ്ട് പുറമ്പോക്കുകൾ, അങ്ങനെയേ അവരെ കണ്ടിട്ടുള്ളൂ. നീ വാ എന്ന് പറഞ്ഞ് അവരെ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ട് പോവാണ്. അവരെ കൂട്ടിക്കൊണ്ട് പോയത് നവ്യയും കനകയും ഉള്ളിടത്താണ്. അപ്പോൾ നവ്യ പറയാണ്, അനന്തപുരിയിലെ തലമൂർത്ത ആളാണ് മുത്തശ്ശനും മുത്തശ്ശിയും. അവർ ഞങ്ങളെ മരുമക്കളായിട്ട് അംഗീകരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അത്രയും മതി, നവ്യ പറയാ. അപ്പോൾ ദേവയാനി, മരുമക്കൾ ഒരു കുടുംബത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ അംഗീകരിക്കേണ്ടത് അവരുടെ അമ്മായിയമ്മമാരാ. നിൻ്റെയൊക്കെ കെട്ടിയവന്മാരുടെ അമ്മമാർ, അതായത് ഞങ്ങൾ നിങ്ങളെ അംഗീകരിക്കാത്തിടത്തോളം കാലം നിനക്കൊന്നും ആ സ്ഥാനം കിട്ടാനേ പോകുന്നില്ല. അപ്പോൾ കനക പറയാണ്, ഞങ്ങൾക്ക് ആ സ്ഥാനമൊന്നും വേണ്ട, പക്ഷേ എൻ്റെ മക്കളും മനുഷ്യന്മാരാണ് എന്നുള്ളൊരു പരിഗണന മാത്രം കൊടുത്താൽ മതി. ഉടൻ ദേവയാനി പറയാണ്, അച്ഛനും അമ്മയും മനുഷ്യരല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് മക്കൾ മനുഷ്യരാകുന്നത്? നബേക്കോ നല്ല ദേഷ്യം വന്നു. അപ്പോൾ അവളുടെ കയ്യിൽ കയറി പിടിച്ചു കനക. എന്നിട്ട് പറയാണ്, മോളെ എന്നിട്ട് ചോദിക്കുക, അല്ല അവളെവിടെ, ആ വലിയ ഡിസൈനർ? അപ്പം നവ്യ പറയാണ്, അവളെ കളിയാക്കണ്ട, അവൾ ഡിസൈൻ ചെയ്ത ആഭരണങ്ങളാണ് ഇന്ന് കല്യാണ പെണ്ണ് ഇട്ടിരിക്കുന്നത്. അത് മാത്രമല്ല, അവൾ കാരണം കോടികളുടെ ലാഭ മൂർത്തീസ് ജ്വല്ലറിക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവർ പറയാണ്, അത് ശരിയാ ദേവയാനി, നയനയുടെ വാർത്തയൊക്കെ പത്രത്തിലും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ദേവയാനി പറയാണ്, എന്ത് വാർത്ത വന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? കള്ളം പറഞ്ഞ് ജീവിക്കുന്ന കൂട്ടരാ, അത് ക്ഷമിച്ചു കൊടുക്കാൻ കഴിയില്ല. അതും പറഞ്ഞ് ദേവയാനി പോയി. അപ്പോൾ അവർ പറയാണ്, ആ പെങ്കൊച്ച് വീട്ടിലേക്ക് വന്നില്ല. അതിനു മുമ്പേ ദേവയാനിയുടെ നിലപാട് ഇങ്ങനെയാണെങ്കിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? അപ്പോൾ കനകെ, നിങ്ങളുടെ മക്കൾ വല്ലാതെ ബുദ്ധിമുട്ടുമല്ലോ. ഉടൻ നവ്യ പറയാണ്, ഞാൻ ബുദ്ധിമുട്ടത്തൊന്നുമില്ല. പിന്നെ നയന കുറച്ചുകൂടി മാറാനുണ്ട്. അങ്ങനെ അവളും മാറിക്കഴിഞ്ഞാൽ അമ്മയുടെ ഈ സംസാരമൊക്കെ പാടെ നിർത്തിക്കോളും. നവ്യയുടെ സംസാരം കേട്ട് കനകയും ചിരിക്കുകയാണ്. നന്ദു ഇതേ ഒരു നിശ്ചയമില്ലാതെ എവിടേക്കോ നടന്നു പോവുകയാണ്. അനിയുടെ കൂടെ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളും ദിവസങ്ങളും ഒക്കെ ഓർത്തുകൊണ്ടാണ് നന്ദു നടന്നു പോകുന്നത്. അങ്ങനെ വിവാഹപ്പന്തലിൽ അനി ചോദിക്കുകയാണ്, എടാ നന്ദുവിനെ കാണുന്നില്ലല്ലോ, അവളിവിടെ എവിടെയെങ്കിലും ഉണ്ടാവിടാ. ഈ സമയത്ത് നീ എന്തിനാ അവളെ അന്വേഷിക്കുന്നത്? ആദർശ് ഓരോരുത്തരടുത്തും പറയാണ്, അതായത് ഇന്നലെ രാത്രി ഹോസ്പിറ്റലിൽ പോയിരുന്നു. അപ്പോൾ മുത്തശ്ശൻ്റെ കണ്ടീഷൻ വളരെ വഷളായിരുന്നു. അതുകൊണ്ട് നിർബന്ധം പിടിച്ചാലും ഡോക്ടർ വിടാനുള്ള സാധ്യതയില്ല. പിന്നെ ഈ വിവാഹത്തിൽ പങ്കെടുക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം എന്തായാലും മുത്തശ്ശനുണ്ടാവും. അനി എവിടെ? അപ്പോൾ ആദർശ് പറയാണ്, ദേ നിൽക്കുന്നു, സമയാവുന്നു, നീ അവനെ വിളിച്ചു കൊണ്ടുപോയി മണ്ഡപത്തിലേക്ക് ഇരുത്ത്. ശരി അച്ഛാ, ചെല്ല്. അങ്ങനെ ആദർശ് അനിയെ വിളിച്ചു കൊണ്ടുപോയി മണ്ഡപത്തിൽ ഇരുത്തുകയാണ്. പിന്നെ അനിയോട് പൂജാരി പറയാണ്, ഈ ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങിച്ചോളൂ, അതായത് അനാമികയുടെ അച്ഛൻ്റെ അടുത്തുനിന്ന്. അങ്ങനെ അനി അനാമികയുടെ അച്ഛൻ്റെ അടുത്തുനിന്നും അമ്മയുടെ അടുത്തുനിന്നും അനുഗ്രഹം വാങ്ങിച്ചു. ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ദേവയാനി ആദർശിൻ്റെ അടുത്ത് പറയാണ്, എടാ നിൻ്റെ ഭാര്യയ്ക്കുണ്ടല്ലോ ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അമ്മ എന്തിനാ അമ്മേ ഈ സമയത്ത് ഇതൊക്കെ പറയുന്നേ? ഇനിയിപ്പോൾ അനാമികയുടെ വീട്ടുകാരെയൊക്കെ നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ അറിയിക്കാനാണോ? അതെന്തായാലും അറിയുമല്ലോ. അമ്മേ, പോയി പെൺകുട്ടിയോട് വരാൻ പറ. യുവതി, വാ, മോളെ വിളിച്ചുകൊണ്ട് വരാം, വാ. ആദർശ് ഞാൻ എടുത്ത് പറയാണ്, അമ്മ എന്തെങ്കിലും പറയുമ്പോൾ നീ അതിന് മറുപടി പറയാനൊന്നും പോകണ്ട. ആദർശിന് അറിയാലോ അമ്മയുടെ സ്വഭാവം. അമ്മയുടെ കാര്യത്തിൽ മാത്രം നീ പലതും കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചു നിന്നാൽ മതി. ഞാൻ അങ്ങനെ തന്നെയല്ലേ മുന്നോട്ട് പോകുന്നേ? നവ്യ ചോദിക്കുകയാണ്, നന്ദു എവിടെ അമ്മേ? അറിയില്ല മോളെ, ഞാനും അവളെ നോക്കുമായിരുന്നു. ആദർശ് മെല്ലെ നയനയുടെ അടുത്ത് പറയാണ്, ഈ സമയത്ത് പോലും അനി അന്വേഷിക്കുന്നത് നന്ദുവിനെയാണ്. ഇതൊന്നും കാണാൻ വയ്യാതെ നന്ദു എവിടെയെങ്കിലും മാറി നിൽക്കായിരിക്കും. അനി മണ്ഡപത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ പലയിടത്തും കണ്ണുകൾ പരതി അന്വേഷിക്കുകയാണ്. മോളെ, മുഹൂർത്തത്തിൻ്റെ സമയമായി, എനിക്കെന്തോ ഒരു ടെൻഷൻ പോലെ. എന്തിനാ മോളെ ടെൻഷനാവുന്നേ? മോൾ ഇഷ്ടപ്പെട്ട ആളല്ലേ താലി കെട്ടാൻ പോകുന്നേ? അപ്പോൾ അവളുടെ അമ്മയും പറയാണ്, അതെ അനിയെ തന്നെ മതി എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കായിരുന്നു. അനിയൊന്ന് പിണങ്ങിയപ്പോൾ എന്തൊരു വിഷമായിരുന്നു. നീ ഹാപ്പിയാണോ? അപ്പോൾ അവളുടെ അമ്മ പറയാണ്, മോൾ അനിയെ കണ്ടില്ലല്ലോ, അവനെ ആരോ അടിച്ചതുപോലൊരു പാടുണ്ട്. അപ്പോൾ ദേവയാനി പറയാണ്, അടിച്ചതൊന്നുമല്ല, ബാത്റൂമിൻ്റെ ഡോർ തട്ടിയതാ.
അവളുടെ അമ്മ പറയാണ്, പക്ഷേ കണ്ടാൽ അടിച്ചതാണെന്നേ പറയൂ. അപ്പോൾ അനാമികയും പറയാണ്, അങ്ങനെ തല്ല് കിട്ടുന്ന സ്വഭാവമൊന്നും എനിക്കില്ലല്ലോ. അതുകൊണ്ടാ തല്ലിയതല്ലെന്ന് പറഞ്ഞത്. അവൻ നല്ല പയ്യനല്ലേ. വിവാഹം വരെ ആദർശും അനിയും ഒരുപോലെയായിരുന്നു. വിവാഹം കഴിഞ്ഞതിന് ശേഷം ആദർശിൻ്റെ സ്വഭാവം കുറച്ച് മാറിയിട്ടുണ്ട്. പക്ഷേ അനി ഇപ്പോഴും പഴയ ആ സ്വഭാവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ മോൾക്ക് ഒരു ടെൻഷനും ഇല്ലാതെ അവൻ്റെ കൂടെ ജീവിക്കാം. മോള് വാ, വിളക്ക് വാങ്ങിച്ചു. അനി വിവാഹം നടക്കാൻ പോകുന്ന ആ വേളയിലും ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് നന്ദുവിനെ കാണാഞ്ഞിട്ട്. അപ്പോൾ അച്ഛൻ പറയാണ്, അവന് നല്ല ടെൻഷനുണ്ട്. അപ്പോൾ ഇളച്ചനും പറയാണ്, വിവാഹ സമയത്ത് എനിക്കും ഉണ്ടായിരുന്നു ഇതുപോലത്തെ ടെൻഷൻ. അനാമിക വന്ന് അനിയുടെ അച്ഛൻ്റെ അടുത്തുനിന്നും അമ്മയുടെ അടുത്തുനിന്നും അനുഗ്രഹം വാങ്ങിക്കുകയാണ്. പിന്നെ അവൾ വന്ന് ഒന്ന് ചിരിച്ചുകൊണ്ട് അനിയുടെ അടുത്തിരുന്നു. എന്നിട്ട് അനിയോട് അനാമിക പതുക്കെ ചോദിക്കുകയാണ്, എന്താ ഇത്ര സീരിയസ്നെസ്? ഏയ് ഒന്നുമില്ല. അപ്പോഴാണ് അനിയുടെ അച്ഛൻ പറയുന്നത്, ജാനകി, നമ്മുടെ മോൻ നല്ല ടെൻഷനിലാണ്. ആൾക്കാരെ കണ്ട് പേടിച്ചെന്നാണ് തോന്നുന്നത്. അപ്പോൾ ജാനകി മനസ്സിൽ ചിന്തിക്കുകയാണ്, അത് ആൾക്കാരെ കണ്ട് പേടിച്ചതല്ല, അവൻ്റെ കാമുകിയെ കാണാത്തതിൻ്റെ നിരാശയാണ്. അപ്പോഴും ജലജ ദേവയാനോട് പറയുകയാണ് കനകയെ കാണിച്ചിട്ട്, ദേ അസൂയയോടെ ഒരുത്തി നിൽക്കുന്നത് കണ്ടില്ലേ? കാണട്ടെ, അന്തസ്സായ ഒരു പെൺകുട്ടിയെ എങ്ങനെയാണ് വിവാഹം കഴിച്ച് അയക്കുന്നതെന്ന് കാണട്ടെ. അവരൊക്കെ പരതുകയാണ്, അന്വേഷിക്കുകയാണ് നന്ദുവിനെ കാണാഞ്ഞിട്ട്. അപ്പോൾ നയന വീണ്ടും ചോദിക്കുകയാണ്, അവളെവിടെ അമ്മേ? നന്ദുവിനെ കാണുന്നില്ലല്ലോ. മുഹൂർത്തത്തിൻ്റെ സമയത്ത് പോലും അവളെ കാണുന്നില്ലല്ലോ. നന്ദു ആണെങ്കിൽ ദേ എങ്ങോട്ടെന്നില്ലാതെ നടന്നു പോവുക. ഒടുവിൽ സഹികെട്ട് നയന പറയാണ്, നന്ദുവിനെ കാണുന്നില്ലല്ലോ ആദർശേട്ടാ. അവളിവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. അതുപോലെ തന്നെ അനിയുടെ അമ്മയും അച്ഛനോട് പറയാണ്, ആ മൊട്ടച്ചി ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. നീയൊന്നും മിണ്ടാതിരിക്ക്. അല്ല ചേട്ടാ, താലി കെട്ടി നടക്കുമ്പോൾ എൻ്റെ കുഞ്ഞിനെയും അനാമികയെയും അവൾ പ്രാഗിക്കൊല്ലും എന്നായിരുന്നു എൻ്റെ പേടി. അവൾ എങ്ങോട്ടെങ്കിലും പോയാൽ മതിയായിരുന്നു. നീ ഏട്ടത്തിയോട് ഇതൊന്നും പറയല്ലേ, വെറുതെ കുടുംബകലഹം ഉണ്ടാവല്ലേ ജാനകി. ജാനകി പറയാ, ഇതുവരെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഇനി എൻ്റെ മരുമോളെ വേദനിപ്പിക്കാൻ ശ്രമിച്ചാൽ എൻ്റെ സ്വഭാവം മാറും. പിന്നെ മറ്റേ ഗുണ്ടകളൊക്കെ റോഡിൽ കാത്തു നിൽക്കുകയാണ്, വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അതിൽ അവർ പേടിച്ചു കൊണ്ടിരിക്കുന്നയാൾ വന്നിട്ട് പറയാണ്, എടാ നീയൊക്കെ എവിടെ നിൽക്കണോ, അവിടെ പോയി നിൻ്റെ സാമർത്ഥ്യം കാണിക്കേ, എങ്കിലല്ലേ അവരൊന്ന് ഭയക്കൂ. അത് കഴിഞ്ഞല്ലേ ഞാൻ വന്ന് രാജകീയമായിട്ട് ഇറങ്ങേണ്ടത്. എന്നാൽ ഞങ്ങൾ വിട്ടോട്ടെ സാറേ. നീയൊക്കെ വിട്ടിട്ട് എന്താടാ കാര്യം? നീയൊക്കെ പോകുന്നതിനേക്കാൾ മുമ്പിൽ എൻ്റെ വണ്ടി പോകും. ഇങ്ങോട്ട് കയറടാ. കല്യാണമായതുകൊണ്ട് അവനൊന്ന് കിടുങ്ങും. അതുകൊണ്ടാണ് മുഹൂർത്തത്തിന് മുമ്പ് അവിടെ എത്തണമെന്ന് പറഞ്ഞത്. ഇന്ന് രണ്ടിലൊന്ന് തീരുമാനിച്ചേ പറ്റൂ. അനന്തപുരിയിലെ പയ്യനാ അവൻ്റെ മോളെ കെട്ടുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ അലമ്പൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ തന്ത്രപരമായിട്ട് ഈ അവസരം മുതലാക്കണം. ആടാ, വന്ന് വണ്ടി കയറ്. അവർ നേരെ ഓഡിറ്റോറിയത്തിൽ വന്നിറങ്ങി. അകത്ത് നിന്ന് പക്കമേളം കേൾക്കുന്നുണ്ട്. താലികെട്ടിനൊരു 3-4 മിനിറ്റ് കൂടിയുണ്ട്. അതിനുള്ളിൽ നമ്മുടെ കാര്യം നടന്നില്ലെങ്കിൽ ഈ കല്യാണം അലമ്പണം. എന്നാ പറയുക, അവൾ ചിന്തിച്ചത് തന്നെ നല്ല കാര്യം അമ്മേ. ഈ രംഗങ്ങളൊന്നും കാണാൻ വയ്യാതെ അവളെവിടെയെങ്കിലും മാറി നിൽക്കുന്നുണ്ടാവും. എന്നാൽ അവൾ അങ്ങനെ നിന്നോട്ടെ, കനകയും പറയാം. പാവം, ഇന്നലത്തെ സംഭവങ്ങളൊക്കെ അറിഞ്ഞത് അവൾക്ക് വളരെ വിഷമമായിട്ടുണ്ട്. അനാമികയുടെ അമ്മ അച്ഛനോട് ചോദിക്കാണ്, മുഹൂർത്തമായോ? ഇല്ല, ആവുന്നതേ ഉള്ളൂ. അപ്പോഴാണ് അനാമികയുടെ അച്ഛൻ്റെ ഫോണിൽ ഉപേന്ദ്രൻ്റെ കോള് വന്നത്. അപ്പോൾ അനാമികയും ശ്രദ്ധിക്കുകയാണ്. കോള് കേട്ടിട്ട് അച്ഛൻ അമ്മയുടെ അടുത്ത് പറയാണ്, ആ ഉപേന്ദ്രനാ, എടുക്കണ്ട, എടുത്തില്ലെങ്കിൽ അവൻ അകത്തോട്ട് വന്നാലോ. എന്നിട്ട് അയാൾ ഫോൺ എടുത്തിട്ട് പറയാണ്, ഹലോ, ഒരു മിനിറ്റ്, ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം. അത് ശരി, മുഹൂർത്ത സമയത്താണോ പുറത്ത് പോകുന്നത്? ഏയ് അല്ല, എൻ്റെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത് വന്നിട്ടുണ്ട്, ഞാൻ കൂട്ടിക്കൊണ്ട് വരാം. അനാമികയും മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇനി ആ പലിശക്കാരൻ വന്ന് കാണുമോ. അയാൾ പുറത്തുനിന്ന് വന്നിട്ട് പറയാണ്, അകത്ത് പോയി അലമ്പുണ്ടാക്കുന്നതിൽ നല്ലത് പുറത്തുനിന്ന് വിലപേശുന്നതാ. കഴിഞ്ഞ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അകത്തേക്ക് പോകാം. വാ വേഗം വാ, മണവാട്ടിയുടെ അച്ഛൻ വാ, ഉപേന്ദ്രൻ പറയാ. ഉപേന്ദ്ര, നീ ചതിക്കരുത്. താലി കെട്ടിന് ഇനി 2-3 മിനിറ്റേ ഉള്ളൂ. അറിയാം, അതുകൊണ്ടല്ലേ ആ സമയത്ത് തന്നെ വന്നത്. എടാ, എൻ്റെ പൈസ തരാതെ നിൻ്റെ മോളുടെ താലി കെട്ട് നടക്കില്ല. ഈ സമയത്ത് ഇങ്ങനെ പറയരുത്. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയെങ്കിലും പൈസ തരാം. ഇന്ന് തന്നെ തരുമോ? ഇന്ന് പറ്റില്ല, നാളെ തന്നെ ഞാൻ എങ്ങനെയെങ്കിലും തരാം. എന്താടാ നീ ചെയ്യുന്നത്? എത്ര നാളായടാ നീ ഇങ്ങനെ അവധി പറയാൻ തുടങ്ങിയിട്ട്? ഇത് അതുപോലെ ആവില്ല. എൻ്റെ മോളുടെ കല്യാണം ആയതുകൊണ്ട് എനിക്ക് പലയിടത്തുനിന്നും കടം വാങ്ങിക്കേണ്ടി വന്നിട്ടുണ്ട്. എത്ര പവൻ കൊടുക്കുന്നുണ്ട്? ചോദിച്ചത് കേട്ടില്ലടാ, എത്ര പവൻ കൊടുക്കുന്നുണ്ട്? അത് ഒരു 110 പവനുണ്ട്. 110 പവനോ? എന്ന് വെച്ചാൽ പണിക്കൂലിയും GSTയും കൂട്ടി 10-70 ലക്ഷം രൂപയുടെ മുതൽ. അത് വാങ്ങാൻ നിൻ്റെ പൈസ ഉണ്ടായിരുന്നു അല്ലേ? അതിൻ്റെ പകുതി തന്നിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വരില്ലായിരുന്നു.
തരാം, ഉറപ്പായിട്ടും തരാം. ഇനി നീ തരണ്ട. ഇതുപോലെ ഒരുപാട് ഉറപ്പ് നീ പറഞ്ഞതാ. നിന്റെ മോളുടെ കല്യാണം കഴിഞ്ഞാൽ നീ പിന്നെ ഈ നാട്ടിൽ തന്നെ നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. അങ്ങനെയുള്ളപ്പോൾ നിന്റെ മകളുടെ കല്യാണം കഴിയുന്നതിന് മുമ്പ് ഇതിനൊരു തീരുമാനം ഉണ്ടാവണം. എൻ്റെ ചേട്ടാ, നിങ്ങൾക്കറിയാലോ, എനിക്ക് ഒരേ ഒരു മോളാ. അവളുടെ കല്യാണം മുടക്കരുത് എന്ന് നീ പറയുന്നു. എന്നാ അത് വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമുണ്ടടാ. നിനക്ക് വേറെ കുടുംബവും കുട്ടികളും ഒക്കെ കാണും. അല്ലെങ്കിൽ പിന്നെ നീ എന്തിനാ ഇത്രയും കടം വാങ്ങിച്ചു കൂട്ടുന്നേ? ഏട്ടനറിയാലോ എൻ്റെ ബിസിനസ് പൊളിഞ്ഞ കാര്യങ്ങളൊക്കെ. ആ, നിന്നെ പോലെയുള്ളവർ കാരണം എൻ്റെ ബിസിനസ്സും പൊളിഞ്ഞുകൊണ്ടിരിക്കുക. ഉപേന്ദ്രൻ പറയാം. അതിന് അറുതി വരുത്താനാ ഞാൻ ഇവന്മാരെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്. ഉപേന്ദ്രൻ പിന്നെ അയാളെ കോളറിൽ പിടിച്ചിട്ട് പറയാണ്, മര്യാദയ്ക്ക് പൈസ താടാ, എന്നിട്ട് മോളെ കെട്ടിച്ചുവിടാൻ നോക്ക്. അതാടാ അന്തസ്. അപ്പം അനിയുടെ അച്ഛൻ ചോദിക്കുകയാണ്, അല്ല വേണു എവിടെ? ആ, ഞാനൊന്ന് നോക്കിയിട്ട് വരാം അച്ഛാ, ആദർശ് പറയാം. അപ്പോൾ ദേവയാനി അനാമികയുടെ അമ്മയുടെ അടുത്ത് ചോദിക്കുകയാണ്, അടുത്ത സുഹൃത്താണോ വന്നത്? ആ, ആണെന്നാ പറഞ്ഞത്. പക്ഷേ എനിക്ക് ആരാണെന്ന് മനസ്സിലായില്ല. ആരായാലും വേണുവായിട്ട് വളരെ അടുപ്പമുള്ള ആളായിരിക്കുമല്ലോ. അല്ലെങ്കിൽ ഈ സമയത്ത് അവരെ സ്വീകരിക്കാൻ വേണു അങ്ങോട്ട് പോവില്ലായിരുന്നല്ലോ. അപ്പോൾ അനാമികയുടെ അമ്മ മനസ്സിൽ ചിന്തിക്കുകയാണ്, എങ്കിലും താലികെട്ടിൻ്റെ സമയത്ത് തന്നെ അയാൾ എത്തിയല്ലോ. മുഹൂർത്തമായി, അത് തീരാൻ ഇനി 5 മിനിറ്റ് മാത്രമേ ഉള്ളൂ, പൂജാരി പറയാം. അനാമിക ഇടയ്ക്കിടയ്ക്ക് അനിയെ തന്നെ തിരിഞ്ഞ് നോക്കുന്നുണ്ട്. അനിയും മനസ്സിൽ വിഷമം വെച്ച് അവളെ തന്നെ നോക്കുകയാണ്. അനാമികയ്ക്ക് അച്ഛനെ കാണാത്തതിൽ അതും വിഷമമുണ്ട്. കടക്കാരനെ ഭയന്ന് വിഷമത്തോടെയാണ് അനാമിക അവിടെ ഇരിക്കുന്നത്. അമ്മയും അടുത്ത് നിൽക്കുന്നത് അങ്ങനെ തന്നെയാണ്. മറ്റുള്ളവരാരും ഈ കാര്യം അറിഞ്ഞിട്ടില്ല. ആദർശ് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് അച്ഛനെ കാണാഞ്ഞിട്ട്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.